ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു വീഡിയോയുടെ ടീസർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോൾ പ്രസൻസ് അല്ലെങ്കിൽ ദുരാത്മാവ് സത്യമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളമാണോ, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണം എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ വീഡിയോ ആണ് ഈ വീഡിയോ. ആ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് പോയി അത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് കിട്ടും. അതിനകത്ത് ഞാൻ കുറച്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണാൻ പറയുന്നത്. ഇനി തുടങ്ങി ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്തുനിന്ന് പറയാറുണ്ട്, അതായത് ചേട്ടൻ്റെ വീഡിയോസ് തപ്പിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തേക്കാം. നിങ്ങളപ്പോൾ അത് തപ്പി സമയം നിങ്ങൾ കളയണ്ട. ഇതിന് വേണ്ടി നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോസിലുണ്ടാവും. സോ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് പോവാം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ? സത്യമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടോ, ഡെഫിനറ്റ്ലി നെഗറ്റീവ് എനർജി ഉണ്ടാവണം. അതാണ് യൂണിവേഴ്സൽ ലോ. എങ്കിൽ മാത്രമേ ആ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വിലിബ്രിയത്തിലുമാണ് ഈ പറയുന്ന യൂണിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്തെങ്കിലും ഒന്നും കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ നാളത്തേക്ക് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് റീസെറ്റ് ആവും. അപ്പോഴാണ് യുഗങ്ങൾ ഉണ്ടാവുന്നത്. ഇതേപോലെ 4 യുഗങ്ങൾ മുന്നേ ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കലിയുഗമാണ്. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു യുഗമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്രത്തോളമൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ, പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള യുഗം എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ യുഗത്തിൽ ജനിച്ചു പോയതിൽ എനിക്ക് വളരെയധികം ഖേദിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഈ പറയുന്ന പോലെ ഈ ആത്മാവ് അല്ലെങ്കിൽ സോളല്ല ഇവർ. എനിക്കവരങ്ങനെ വിശേഷിക്കാൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് പകരം ബാധ അല്ലെങ്കിൽ പ്രേതം ഒക്കെ ആയിട്ട് നമുക്ക് ഉപമിപ്പിക്കാം അവരെ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോവാം സമയമാകുമ്പോൾ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ 5 പ്രാണനുണ്ടെന്ന് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ 5 പ്രാണനും ഓരോ ഉപപ്രാണനുണ്ട്. മൊത്തം 10 പ്രാണനുണ്ട്. നമ്മളെപ്പം മരിക്കുന്നു അപ്പോൾ തന്നെ 9 പ്രാണനും നമ്മുടെ ബോഡി വിട്ടു പോകും. ഒരു പ്രാണൻ മാത്രം നമ്മുടെ ബോഡിയിൽ അവശേഷിക്കും. ആ പ്രാണൻ്റെ പേരാണ് ധനുഞ്ജയം അല്ലെങ്കിൽ തനുഞ്ജയം എന്ന് പറയുന്ന പ്രാണൻ. തനുഞ്ജയം എന്ന് വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയെ കീഴ്പ്പെടുത്തിയ പ്രാണനാണ്. ഇതെപ്പോഴാണ് പോവുക എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥി അല്ലെങ്കിൽ നമ്മുടെ സ്പൈൻ പൊട്ടണം. പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തനുഞ്ജയ പ്രാണൻ അല്ലെങ്കിൽ ധനുഞ്ജയ പ്രാണൻ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രാണനെ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഹിന്ദുക്കൾ ബോഡി ദഹിപ്പിക്കുന്നത്. അത് ഈ പ്രാണൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുലാചാരണം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഹിന്ദുസ് ഈ പറയുന്ന പോലെ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന് ശേഷം കുറേ ക്രിയകളൊക്കെ ചെയ്യുന്നത്. സഞ്ചയനം, 16 അടിയന്തരം, പിണ്ഡം മുങ്ങൽ, ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയം ക്രിസ്ത്യൻസിലോട്ടാകുമ്പോൾ 41 ദിവസം പിടിക്കും. കാരണം 41 ദിവസമാണ് അവരുടെ ദുഃഖാചരണം. 41 ദിവസം കഴിയുമ്പോഴാണ് ഈ പ്രാണൻ പോകുന്നത്. ഓക്കെ, കാരണം അവർ ദഹിപ്പിക്കുന്നില്ലല്ലോ. അത്രയും നാളും അവർ മണ്ണിൻ്റെ അടിയിലല്ലേ കിടക്കുന്നത്. സെയിം ഫോർ മുസ്ലിംസ്. പക്ഷേ ഹിന്ദുസ് ഈ പറയുന്ന പോലെ ദഹിപ്പിക്കുന്നതിനാണ് പെട്ടെന്ന് പുരാചരണം വരുന്നത് ഇവർക്ക്. ഇതിന് യഥാവിധി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗതി കിട്ടുപോകും, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോവുക. ഇങ്ങനെ പോകുന്ന പ്രാണനുകൾ നമ്മളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇവരാണ് പ്രശ്നമുണ്ടാക്കുന്നവർ. ഈ പ്രാണന് യഥാവിധി കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ തന്നെ ചുറ്റിപ്പറ്റി ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കും. അപ്പം നിങ്ങൾ പറയും, സിനിമകളിൽ കാണുന്ന പോലെ വെള്ള സാരിയൊക്കെ എടുത്ത് വരുമോ? അതൊന്നും എനിക്കറിയില്ല, കാരണം എനിക്കത് എൻകൗണ്ടർ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ട് നിൽക്കും എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കങ്ങനെയാണ് കുറച്ചും കൂടി ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം. അല്ലാണ്ട് രൂപങ്ങളെടുക്കും എന്ന് എനിക്കറിയില്ല, ഞാനിത് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നെഗറ്റീവ് മാത്രമായിട്ടുള്ള ഊർജ്ജം മാത്രമേ ഉള്ളൂ, പോസിറ്റീവായിട്ട് ഇങ്ങനെ ഉണ്ടോ? പോസിറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ ഊർജ്ജങ്ങളുണ്ട്. തേരോട്ടം, ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ ഊർജ്ജങ്ങളാണ്. ഇത് പലർക്കും ഈ പറയുന്ന ഇൻസിഡൻസൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പലരും എനിക്കിത് ഈ പറയുന്ന എൻകൗണ്ടേഴ്സ് നടന്നിട്ടില്ല, പക്ഷേ എൻ്റെ ഫാമിലിയിൽ നടന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ ഇത് കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട്.
അപ്പോൾ പലരും ചോദിക്കും, ഈ പറയണല്ലേ ദേവിനെ കാണുമ്പോൾ എന്താണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള ദേവി അല്ലെങ്കിൽ നമ്മുടെ അമ്മയായിട്ടുള്ള സമയത്താകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ വേറെ പലരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മുടെ അമ്മയല്ല, ആ സമയത്ത് അത് അവരുടെ അമ്മയാണ്. അവരെ അമ്മയുടെ ചുറ്റിനുമുള്ളവർ ആണ് നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് അമ്മയല്ല നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോവാം. ഇനി ഈ പറയുന്ന നെഗറ്റീവ് എനർജി എന്താണെന്ന് ഞാൻ പറഞ്ഞു പോകാം. അതിൻ്റെ പേരാണ് ചിത്തം. ചിത്തം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും ചേരുന്നതാണ് ചിത്തം. ഈ ചിത്തമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ബോധമണ്ഡലമാണ് ഈ പറയുന്ന ഈ നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊല്ലണമെന്ന് വെച്ചു, അപ്പോൾ അയാൾക്ക് മനസ്സിലായി നിങ്ങളാണ് അവരെ കൊല്ലുന്നതെങ്കിൽ ആ റിവെഞ്ച് അല്ലെങ്കിൽ നിങ്ങളോടുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈരാഗ്യം അത് നിങ്ങളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഈ കൊല്ലുന്ന ആളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. യഥാവിധി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ അഫക്റ്റ് ചെയ്യും. എങ്ങനെ അഫക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. നമുക്കൊരു ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ചുറ്റിപ്പറ്റി നമ്മളെ തന്നെ ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല. പല കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും. എന്തെങ്കിലും പ്രശ്നത്തിൽ കൊണ്ടേ നമ്മളെവിടെയെങ്കിലും കൊണ്ട് വീഴ്ത്തും ഈ ഒരു നെഗറ്റീവ് എനർജി. ഇതിനെ യഥാവിധി നമ്മൾ കർമ്മം ചെയ്ത് നിൽക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നൊക്കെ. ഈ പറയുന്ന പോലെ ചിലർക്ക് സ്വത്തിനോടായിരിക്കുള്ളൂ ചിത്തം. അപ്പോൾ ആ ചിത്തം ഉള്ളവർ അവിടെ അതിനെ തന്നെ നിൽക്കും. ചിലർക്ക് ശൂന്യതയായിരിക്കുള്ളൂ. അതായത് ഈ ആത്മീയപാതയിൽ പോകുന്ന വലിയ വലിയ വ്യക്തികൾക്കൊക്കെ ശൂന്യതയായിരിക്കുള്ളൂ ചിത്തം. അവരെന്ത് ചെയ്യും? ആ ചിത്തമുള്ളവർ യോഗീവര്യന്മാരാവും അല്ലെങ്കിൽ യോഗീശ്വരന്മാരാവും. അവർക്ക് പുനർജന്മമില്ല. ചിലർക്ക് വല്ല മൂർത്തികളോടായിരിക്കുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ കൃഷ്ണനൊക്കെ ആയിട്ടായിരിക്കുള്ളൂ ഇവർക്ക് ചിത്തം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോധം ഉണ്ടാകുന്നത്. അവരൊക്കെ മന്ത്രമൂർത്തികളായി പോകും. അതായത് ആ മൂർത്തിയിലോട്ട് തന്നെ ലയിച്ച് പോവുക. ഓക്കെ. പക്ഷേ ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമുള്ളവരുടെയൊക്കെ ചിത്തം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അതുകൊണ്ടാണ് ഈ ചിത്തത്തിനെ നേർവഴിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹിന്ദുസ് ഈ പറയുന്ന പോലെ അടിയന്തര ക്രിയകൾ ചെയ്യുന്നത്. അടിയന്തര ക്രിയകൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിത്തം നേർവഴിയിലോട്ട് പോവില്ല. അത് നമ്മളെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. പിന്നെ എന്തുകൊണ്ടാണ് ആത്മാവല്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് വരുന്നതും പോകുന്നതും നമ്മൾ ആരും അറിയുന്നില്ല. തുഞ്ചത്തെഴുത്തിന് എഴുതിയ ഒരു കാര്യമുണ്ട്, ആത്മാവിനില്ല മരണജനനം, ആത്മാവിന് ഷഡ്ക്രിയകളൊന്നും ഇല്ലതാ എന്നാണ് പറയുന്നത്. അതായത് ആത്മാവ് മരണവുമില്ല ജനനവുമില്ലാത്ത ഒരു സംഭവമാണ് ആത്മാവ്. ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എനർജി സോഴ്സസിലോട്ടോട്ട് പോകും. ചിലപ്പോൾ വെള്ളമാവും, ചിലപ്പോൾ വായുവായിട്ടൊക്കെ അത് പോകും. പക്ഷേ ഈ ചിത്തം എന്ന് പറയുന്ന ഒരു എനർജി മണ്ഡലം അല്ലെങ്കിൽ ഊർജ്ജ മണ്ഡലം അതിവിടെ തന്നെ നിൽക്കും. അതാണ് നമ്മളോട് അഫക്റ്റ് ചെയ്യുക. ഇത് എങ്ങനെയുള്ളവർക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതൃദോഷം അല്ലെങ്കിൽ പരദേവദോഷമുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ 21ാമത്തെ നൂറ്റാണ്ടിലുള്ള കുറേ ന്യൂബീസ് അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വിശ്വസിക്കാത്ത കുറേ ഏത്തിസ്റ്റുകളുണ്ട്. അവരൊക്കെ പറയും ഇതൊന്നും ഇല്ല, ഇതൊക്കെ വെറും ഫേക്കാണ്, പൊറോട്ട നാടകമാണ്, ഇതൊക്കെ ഈ പറയുന്ന ബാധോപദ്രവം പ്രേതോപദ്രവം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിന് വരുന്ന പ്രശ്നങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. ഇവർ കേരളത്തിലൊരു സ്ഥലമുണ്ട്, അറിയാവുന്നവരായിരിക്കുള്ളൂ എല്ലാവരും, എന്നാലും അവിടെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അതായത് എറണാകുളത്തിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഒന്ന് ജസ്റ്റ് പോയാൽ മതി. അവിടെ ഈ പറയുന്ന പോലെ വരുന്നവരുണ്ട്. ഈ പറയുന്ന ബാധോപദ്രവവും പ്രേതോപദ്രവവും ആയിട്ട് വരുന്നവരുണ്ട്. അവരോട് പോയാൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. എസ്പെഷ്യലി രാത്രി കീഴ്ക്കാവിൽ അടക്കുന്ന ഗുരുതിക്കൊന്ന് പോയി കുറച്ച് നേരം ഒന്നിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബാധോപദ്രവവും പ്രേതോപദ്രവവും ഒക്കെ ഏറ്റു വരുന്നവർ കാണിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് മരിച്ചുപോയവർ, അതായത് അവർ പോലും യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തവരായിട്ടുള്ളവരുടെ സ്വഭാവങ്ങളൊക്കെ ഇരിക്കുള്ളൂ കാണുന്നത്. ചില കേസുകളിലൊക്കെ സംസ്കൃതം അറിയാത്തൊരു സംസ്കൃതം വരെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും തീരെ ചെറിയ കുട്ടികളൊക്കെ പോലും സംസ്കൃതം വരെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, അല്ലാണ്ട് ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ടുന്ന പരിപാടിയല്ല. അതായത് വിഷ്ണു പുരാണത്തിൽ 23-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈരയുടെ 14 ലോകമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്കെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചുതരാം.
ഇതാണ് സംഭവം. ഇതാണ് ആ 14 ലോകം. ഓക്കെ, ഈ 14 ലോകത്തിൽ ഭൂലോകമുണ്ട്, അതിന് താഴോട്ടും ഉണ്ട്, മേളിലോട്ടും ഉണ്ട്. താഴെയുള്ളതൊക്കെ നെഗറ്റീവും മേളിലോട്ടുള്ളതൊക്കെ പോസിറ്റീവ് എനർജീസാണ്. അപ്പോൾ ഈ താഴെയുള്ളതിനകത്തൊക്കെയാണ് ഈ നെഗറ്റീവ് എൻറ്റിറ്റീസൊക്കെ വരുന്നത്. മേളിലോട്ട് പോകുമ്പോഴാണ് ഗന്ധർവൻ യക്ഷിയൊക്കെ ആയിട്ട് മാറുന്നത്. ഈ ചില മന്ത്രവാദികൾ ഈ പറയുന്ന ചിത്തത്തെ എടുത്തിട്ട് എന്തു ചെയ്യും, ഈ പറയുന്ന പോലെ യക്ഷി പൂജകൾ അല്ലെങ്കിൽ യക്ഷി സമർപ്പണം ചെയ്തിട്ട് അവരെ രക്ഷസായിട്ട് മാറ്റാറുണ്ട്. എന്നിട്ട് അവരുടെ വേണ്ട യാമനകൾക്ക് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ അവരെന്ത് പറ്റും, അവരുടെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോഴാണ് ഈ പറയുന്ന ബാധോപദ്രവം പ്രേതോപദ്രവമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ മന്ത്രവാദികളോട് പോകുമ്പോൾ അവരെന്നെ വിളിക്കുന്ന പേര് കരു എന്നാണ്. അത് നമ്മുടെ ചെസ്സിനകത്ത് യൂസ് ചെയ്യുന്ന കരു എന്ന് പറയുന്ന സംഭവം. ഇവർ അപ്പോൾ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യും. ഇതിന് 1 കൊല്ലത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. ഈ 1 കൊല്ലം കഴിയുമ്പോൾ അതിനെ വീണ്ടും എക്സ്പയറി തീരാറാകുമ്പോൾ അവർ വീണ്ടും എടുത്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും പൂജ ചെയ്യും. എങ്കിൽ മാത്രമേ ആ എക്സ്പയറി മാറ്റി പുതുക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളോട്ട് ചിലർക്ക് വേണ്ട ഇതിന് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയോ ഇവരുടെ യൂസ് ചെയ്യും. എന്നിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്യണം മന്ത്രവാദികൾക്കൊന്നും ഇത് ഏക്കില്ലേ എന്ന്. ഏക്കും. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഷ്ഠാനം എപ്പോഴാണോ തെറ്റുന്നത് അപ്പം മാത്രമേ അവർക്ക് ഇതിന് തിരിച്ചടി കിട്ടുള്ളൂ. അത്ര അനുഷ്ഠാനം എപ്പോഴത്തോളം കീപ്പ് ചെയ്യണം അപ്പോൾ ഒന്നും അവർക്ക് പണി കിട്ടില്ല. എപ്പോഴാണ് അനുഷ്ഠാനം തീരുന്നത് അപ്പോൾ അവർക്കും ഈ കർമ്മഫലങ്ങൾ അവർക്ക് കിട്ടും. കാരണം ഇതിനകത്ത് ഈ പറയണല്ലേ സാത്വികമല്ലാത്ത താത്വികമായിട്ട് ചെയ്യുന്ന എല്ലാ കർമ്മവിധികൾക്കും ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്ത് മന്ത്രവാദം ചെയ്താലും അതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് മന്ത്രവാദം ചെയ്യാണ്ട് കഴിഞ്ഞാൽ സാത്വികമായിട്ടും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ആകർഷണമായാലും ഈ പറഞ്ഞ പോലെ ഉച്ചാടനമായാലും അത് സാത്വികത്തിലൂടെയും പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ആരെയാണ് നിങ്ങൾ ചെല്ലുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡിങ് ആയിരിക്കുള്ളൂ അവരുടെ ഇത്. ചിലർ സാത്വികമായിരിക്കുള്ളൂ, ചിലർ താത്വികമായിരിക്കുള്ളൂ. താത്വികമാകുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. സാത്വികമാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്താ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾക്ക് ബി എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ശത്രുതയുണ്ട്. അയാൾ സി എന്ന് പറയുന്ന ആളോട് പോയിട്ട് പറയുകയാണ് എയും ബിയും തമ്മിൽ തല്ലാണ്, തല്ല് തെറ്റിക്കണം എന്ന് അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സാത്വികമാണെങ്കിൽ അയാൾ എനെയും ബീനെയും ഒരുമിപ്പിക്കും. ഇനി സി എന്ന് പറഞ്ഞ ആൾ താത്വികമാണെങ്കിൽ ഒരു പണിയോട് വെച്ച് കൊടുക്കും. സിക്ക് എപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സി എപ്പോഴാണോ സീൻ്റെ അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ തെറ്റുന്നത് അപ്പോൾ സി ചെയ്തതിൻ്റെ പണി അപ്പോൾ കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാരണം ചില വേർഡ്സൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം വെള്ളി വീഡിയോ എന്നുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇതാണ് സംഭവം. ഈ ചിത്തത്തെ നമ്മൾ യഥാവിധി കർമ്മങ്ങൾ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിത്തം നേർവഴിയിലോട്ടാവും. എങ്ങനെ നേർവഴിയിലോട്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഉച്ചാടനം എന്ന് കേട്ടിട്ടില്ലേ, ഓടിപ്പിക്കുക. ഈ ബാധോപദ്രവം പ്രേതോപദ്രവമൊക്കെ വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഉച്ചാടനം എന്ന് പറയുന്ന പ്രോസസ്സ്. ഉച്ചാടനം ചെയ്യണേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുന്നതാണ് ആകർഷണം ചെയ്യാൻ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകർഷണം ചെയ്യുമ്പോൾ ആ ഒരു ചിത്തത്തെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റായിട്ട് എടുത്തിട്ട് അതിനെ ദഹിപ്പിച്ച് വിഷ്ണുവിലോട്ട് ലയിപ്പിക്കും. വിഷ്ണുവാണ് ധർമ്മങ്ങളെ കീപ്പ് ചെയ്യുന്ന ഒരാൾ. ഈ ധർമാധർമ്മത്തിൽ നിന്നും എക്സെപ്ഷനുള്ള ഒരേ ഒരാളുള്ളൂ, അതാണ് ശിവഭഗവാൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം ശിവനാണ്, ഞാൻ മുന്നത്തെ പറഞ്ഞ പോലെ ശിവന് മാത്രമാണ് നിങ്ങളെ റോവായിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും നമ്മളെ സ്ഫുടം ചെയ്യും അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യും. ഇതാണ് ഇത്രേ ഉള്ളൂ ഈ പറയുന്ന കോൺസെപ്റ്റ്. ഇതിനകത്ത് വലിയ പുകയേണ്ട കേസുകളൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിത്തമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ചിത്തമാണ് ഈ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ചിത്തമാണ്. ഈ ചിത്തത്തിന് യഥാവിധി കർമ്മങ്ങൾ ചെയ്യാം. ഇനി ചിലർ പറയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കിതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം. നമ്മളെ വൺസ് ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്ത് മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ ആകർഷണം ചെയ്യാം. ഇനി നിങ്ങൾക്കിത് വരാണ്ടിരിക്കാനുള്ള പ്രോസസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേയൊക്കെ ഭസ്മം തേക്കുക. നമ്മുടെ നെറ്റി, നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നട്ടലിൻ്റെ ബാക്കിലൊക്കെ ഇതിന് ഭസ്മം തേക്കുക. അതും അമ്പലത്തിൽ പൂജിച്ച ഭസ്മം തേക്കുക.
വിഷ്ണു കവചം, അതേപോലെ ദേവി കവചം ചൊല്ലാനറിയാവുന്നവരൊക്കെ ചൊല്ലുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേട്ടെങ്കിലും ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും ഈ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ്. ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യണവരെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയണ പോലെ പിതൃദോഷം, അതേപോലെ പരദേവതാ ദോഷമുള്ളവരാണ്. ഈ പിതൃദോഷം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിതൃക്കന്മാരെ നമ്മൾ മറന്നു പോകും, അവരെ നമ്മൾ ഓർപ്പിക്കേണ്ടതുണ്ട്. ചിലരും ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ക്രിയകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ യഥാവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ കൂടുതൽ ആലോചിക്കരുത്. അവർക്ക് ചെയ്യാവുന്ന ആയിക്കോട്ടുള്ള ഒരേ ഒരു ക്രിയ എന്ന് പറയുന്നത് അവർക്ക് ആണ്ടുബലി നേരാം. അതായത് അവർക്ക് 365 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. 365 ദിവസം എന്ന് പറയുന്നത് ആത്മാക്കളുടെ നിറവ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ കണക്കിൽ അത് ഒരു ദിവസമാണ്. ഒരു ദിവസം അന്നം കൊടുക്കുക. പിന്നെ പരദേവതാ ദോഷം, അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗണപതി ഹോമവും ഭഗവതി സേവയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരദേവതാ ദോഷത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറേ ഈ ദോഷം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പരദേവതനെ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗണപതി ഹോമവും ഒരു ദേവി പൂജ അല്ലെങ്കിൽ ഭഗവതി സേവ നടത്തിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതി എന്ന് പറയുന്നത് മൂലാധാരത്തിൻ്റെ അധിപതിയാണ്. അതേപോലെ ഭഗവതി എന്ന് പറയുന്നത് സഹസ്രാരത്തിൻ്റെ അധിപതിയാണ്. അധിപന അല്ലെങ്കിൽ അധിപതി ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരദേവതയായിട്ട് ദുർഗേനെ ഇത് ചെയ്തിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സമയമാകുമ്പോൾ അവർ നമ്മളോട് വരും. എന്നിട്ട് നമുക്കിവരെ എന്നിട്ട് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പരദേവതനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയിക്കോളും എന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം പറഞ്ഞു പോകുന്നത്. ഇത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.